ഹായ്, ഓഡത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പനീർ അവിയലാണ് ഉണ്ടാക്കണേ. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിന് സാധാരണ പച്ചക്കറികളോടൊപ്പം പനീറും കൂടിയാണ് ഉപയോഗിക്കുക. പനീർ ബ്ലോക്ക് ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്, അത് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് കുമ്പളങ്ങ, മത്തങ്ങ, ബീൻസ്, ക്യാരറ്റ്, അങ്ങനെ സാധാരണ പച്ചക്കറികൾ. അവിയലിന് ഉപയോഗിക്കുന്ന പച്ചക്കറി ഞാനിവിടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വേണം. പച്ച തക്കാളി നീളത്തിൽ അരിയണം. പിന്നെ പച്ചമുളകും തേങ്ങയും ആണ് ഉപയോഗിക്കുന്നത് അരയ്ക്കാൻ. അതിൻ്റെ ഒപ്പം കുറച്ച് ജീരകവും ചേർക്കണം. തൈര് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും നമുക്ക് വേണം. പിന്നെ പാകത്തിന് ഉപ്പും. ഇത്രയാണ് വേണ്ടത്. കറിവേപ്പില ഏറ്റവും അവസാനം വെതറാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി സാധാരണ വെജിറ്റബിൾ എല്ലാം അവിയലിന് നുറുക്കണ പോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് അരിയാണ് വേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പനീറും ഇതുപോലെ തന്നെ നീളത്തിലാണ് അരിയേണ്ടത്. ഇപ്പോൾ ക്യാരറ്റ്, എല്ലാ പച്ചക്കറികളും ക്യാരറ്റും കുമ്പളങ്ങയും എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. പനീർ ബ്ലോക്കുകൾ ഇതുപോലെ 200 ഗ്രാമിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. മത്തനും ബാക്കി എല്ലാ പച്ചക്കറികളും ഒരേ വലുപ്പത്തിലായാലാണ് വേവാനും ഒക്കെ എളുപ്പം. ഇത് നമ്മൾ എല്ലാ പച്ചക്കറികളും ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് കനം എപ്പോഴും എല്ലാ പച്ചക്കറികളും ഒരേ ലെവലിൽ തന്നെ ഒരേ കട്ടിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. പച്ച തക്കാളി നീളത്തിൽ അരിഞ്ഞെടുക്കുക. പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒപ്പം പനീറും ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. സാധാരണ അവിയലിന് ചതച്ച് ഒതുക്കിയെടുക്കണ പോലെയാണ് എടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എല്ലാ പച്ചക്കറികളും ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. പച്ചക്കറികളൊക്കെ 1 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഈ 200 ഗ്രാം പനീറും നമ്മൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ 1 കപ്പാണ് ഉണ്ടാവുക. പച്ചക്കറികളൊക്കെ എല്ലാം ഒതുക്കിയിട്ടതിന് ശേഷം നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. അത് പച്ചക്കറി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കണത്. ഇതെല്ലാം നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വേവിക്കുകയാണ് വേണ്ടത്. കുറച്ച് വേവായി കഴിഞ്ഞ് പച്ച തക്കാളി നമുക്കിടാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൂട്ട് അതിലിട്ടിട്ട് നല്ലോണം ഇളക്കണം. 1/4 വേവാകുമ്പോഴാണ് ഇത്രയും ചെയ്യേണ്ടത്. മഞ്ഞൾപ്പൊടി കൂടി വെതറിയതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം ഇളക്കുക. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചേർക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ നോൺ സ്റ്റിക്കിൽ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് മുളക് പൊടി ചെറിയ തീയിലാണ് വെക്കേണ്ടത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പനീർ പീസസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് നേരം അത് ഫ്രൈ ചെയ്യേണ്ടതില്ല. ആ മസാലയൊക്കെ ഒന്ന് പനീറിൽ പിടിക്കുന്ന രീതിയിൽ എടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് അത് നല്ലോണം ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് അവിയൽ. അപ്പോൾ അതിലേക്ക് ഇനി അവസാന ഘട്ടമാണ് ഇതിൻ്റെ. അപ്പോൾ തേങ്ങയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുണ്ട് നല്ലോണം. അതിലേക്ക് ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ഉപ്പും തൈരും കൂടിയിട്ടാണ്. ഇതെല്ലാം കൂട്ടി നല്ലോണം യോജിപ്പിച്ച് നല്ലോണം ഇളക്കി ഒന്ന് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പനീർ കൂടെ ഇതിൽ ആഡ് ചെയ്യാണ്. പനീർ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം പിന്നെ നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ പനീറെല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ മാത്രമേ പനീർ ആഡ് ചെയ്യാവൂ. അവിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻഗ്രീഡിയൻ്റാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ വെതറി ഒന്നുകൂടെ നല്ലോണം പൊടിയാത്ത രീതിയിൽ പച്ചക്കറിയും പനീറും ഒന്നും പൊടിയാത്ത രീതിയിൽ ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.